ഞാൻ എജി. അസ്സലാമു അലൈക്കും. വളാഞ്ചേരി മലപ്പുറം ഡിസ്റ്റാണ് നമ്മുടെ വീട്. ആൾ ഇന്ത്യ നമ്മൾ ഓർക്കിഡ് ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സും സബ്സ്ക്രൈബേഴ്സും നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്നുള്ളത്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് ഓർക്കിഡ് എങ്ങനെ വളർത്തുക എന്നുള്ളതും ഏതൊക്കെ തരം വെറൈറ്റി ഓർക്കിഡാണ് എന്നുള്ളതും നമുക്ക് വളർത്താൻ എളുപ്പം ഏത് ഓർക്കിഡാണെന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുന്നത്തെ വീഡിയോയിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ ആഡാക്കിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഓർക്കിഡ് വളർത്തുന്ന ആർക്കും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർഡനിങ് ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു വെയിലുള്ള ദിവസം നോക്കിയിട്ടാണ് നമ്മളിന്ന് ഫെർട്ടിലൈസർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓർക്കിഡും കുറച്ച് പിന്നെ അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റും നമ്മൾ ആമ്പൽ പോണ്ടും ഒക്കെ നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ടാണ് നമ്മളത് സെറ്റാക്കിയിട്ടുള്ളത്. അറിയാമല്ലോ, പൂക്കളുള്ള ചെടികളൊക്കെ പൂക്കാനും ആവശ്യത്തിന് നല്ല വെയിൽ വേണം. അതുപോലെ തന്നെയാണ് നമ്മൾ ഡെൻഡ്രോബിയം ഓർക്കിഡും. നമ്മൾ ഓപ്പൺ പ്ലേസിൽ വെച്ചിട്ടുള്ള ഓർക്കിഡ് ചെടിയാണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് വെയിലും മഴയും കൊള്ളണ ഒരു ഏരിയയിലാണ് അതൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. UV ഷീറ്റിൽ കുറച്ച് ഓർക്കിഡ് ഉണ്ട്. അത് അത്ര പൂക്കൾ കുറവാട്ടോ, നല്ലൊരു ചൂട് കൂടിയതുകൊണ്ട് തന്നെ. ഇപ്പോൾ ഈ ഒരു കോമ്പാക്റ്റും വെറൈറ്റി ഒക്കെ കണ്ട ഒരു ടവറൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളതാണ്. ആ ടവറിൽ നമ്മൾ മീഡിയമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതും നമ്മൾ ചാർക്കോളും അതുപോലെ കൊക്കോ ഫൈബറും ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെ സെറ്റ് ചെയ്തതെന്നുള്ളതൊക്കെ ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഞാനത് ചെറിയൊരു ഷോർട്ടാക്കി ഇട്ടുതരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കോമ്പാക്റ്റൊക്കെ നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കൾ, മിനിയേച്ചർ വെറൈറ്റി, കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. അധികം പൊക്കൊന്നും വെക്കാതെ നിറയെ കൊലകൊലായിട്ട് പൂക്കളുണ്ടാവും. ഡെൻഡ്രോബിയം വെറൈറ്റിയിൽ നോർമൽ ഉണ്ട്, എക്സ്ക്ലൂസീവ് ഉണ്ട്, പ്രീമിയം വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡെൻഡ്രോബിയം വെറൈറ്റീനെ അവർ തരം തിരിച്ചിട്ടുള്ളതാണ് ഈ 3 കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളത് കേട്ടോ. ആ റൈറ്റിനനുസരിച്ചിട്ടാണ് അവർ പ്രീമിയം, മിനിയേച്ചറും നോർമലും ആക്കിയിട്ടുള്ളത്. നോർമൽ വെറൈറ്റി നമുക്ക് ഇതിൻ്റെ 3ൻ്റെയും കെയറിങ്ങും പോട്ടിങ്ങും ഒക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇലയിലും ചെടിയുടെ വലുപ്പത്തിലൊക്കെ ഉള്ള വ്യത്യാസവും പിന്നെ അതുപോലെ തന്നെ സ്ട്രൈപ്പ് ഡ്രാഗൺ വെറൈറ്റി ഒക്കെ അതിൻ്റെ പൂക്കളിലുള്ള വ്യത്യാസമൊക്കെ അനുസരിച്ചിട്ടാണ് ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ആക്കിയിട്ടുള്ളത്. പിന്നെ റൈറ്റിലും പക്ഷേ ഇതിൻ്റെ കെയറിങ്ങോ മെയിൻ്റെനൻസോ ഒക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ബിഗിനറായിട്ടുള്ളൊരു ആൾക്ക് നമുക്ക് വളർത്താൻ എളുപ്പത്തിലുള്ള ഒരു ചെടി എന്താണെന്ന് വെച്ചാൽ ഓർക്കിഡ് വെറൈറ്റിയിലും ഡെൻഡ്രോബിയാണ്. അത്രയും കെയറിങ്ങോ മെയിൻ്റെനൻസോ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതിന് വേണ്ട വളങ്ങൾ, അതിന് വേണ്ട വെള്ളം, പിന്നെ അതുപോലെ തന്നെ വെയിൽ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഏത് സാധാരണക്കാർക്കും ഓർക്കിഡ് ചെടി വളർത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഓർക്കിഡ് എല്ലാ ഗാർഡൻ ചെടിയിലും ഉണ്ടാവും, പക്ഷേ ഓർക്കിഡ് ഉണ്ടാവില്ല. അതെന്താണെന്ന് വെച്ചാൽ അതൊരു പേടിയാണ്. പിന്നെ 1-2 ചെടിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് പോട്ട് ചെയ്ത് ഫ്ലവർ ആയില്ല എന്നല്ലെങ്കിൽ നശിച്ചു പോയി. അപ്പോൾ പിന്നെ ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് ശരിയാവില്ല എന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ നമ്മൾ തോറ്റു കൊടുക്കരുത്. നമ്മൾ ആ ഒരു പിന്നെ ചീച്ചിലിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെ പിന്നെയും വേറെ ചെടി വെക്കുക. അപ്പോൾ ഒരു 6 മാസം അത് കണ്ടിന്യൂ ആയിട്ട് തന്നെ തുടർന്നിട്ടുണ്ടെങ്കിലും നമുക്കതിൽ നിന്ന് കുറച്ച് അറിവുകൾ കിട്ടും. അപ്പോൾ അത് കണ്ടോ, ഇതൊക്കെ മുന്നേ എനിക്ക് ഇതിൻ്റെ ഒന്നും ഒരു ABCD അറിയാതെ ഞാൻ വളർത്തിയത്. ആദ്യം നമ്മൾ മണ്ണിൽ പോട്ട് ചെയ്യും, പിന്നെ മരത്തിൽ കെട്ടിക്കൊടുക്കും. പക്ഷേ അതിൻ്റെ പോട്ടിങ് പിന്നെയാണ് നമുക്കത് മനസ്സിലായത്. ഒരു 3 ഭാഗം നല്ലൊരു ടൈറ്റ് ഫീൽ ചെയ്യണം, എന്നാൽ തന്നെ ഓർക്കിഡ് ചെടിയിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ. നമ്മൾ ഹോസൊക്കെ വെച്ച് വെള്ളം നനക്കുമ്പോൾ ചെടിയിൽ ഇളക്കം തട്ടരുത്. എപ്പോഴും ചെടി ഒരു ടൈറ്റ് ഫീൽ ചെയ്യണം. ഒരുപാട് ആളുകൾ പറയും 2 വർഷമായി 3 വർഷമായി വെച്ചിട്ട് ഇതുവരെ പൂക്കളില്ല, യാതൊരു ഗ്രോത്തും കാണാതെ നിൽക്കുകയാണെന്നുള്ളതൊക്കെ. അതൊക്കെ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ മീഡിയമായിട്ട് ചകിരി യൂസ് ചെയ്യാതിരിക്കുക, ചാർക്കോൾ മാത്രം വെക്കുക. മീഡിയമായിട്ട് ചകിരി യൂസ് ചെയ്യുന്ന ചെടിക്ക് ഈർപ്പൊക്കെ കിട്ടും. പക്ഷേ ചകിരിയുടെ ലൈഫ് ഒരു 6 മാസമാണ്. അത് നമുക്ക് വന്നിട്ടുള്ള ചെടിയിൽ റൂട്ടൊക്കെ ഡെഡായിപ്പോവും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ഈ ഒരു ബാസ്ഫോളിയർ 19 ഇത് നമുക്ക് ഗ്രോത്ത് ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ 5 ലിറ്ററിൻ്റെ സ്പ്രെയർ എടുത്തിട്ട് അതിൽ ഈ ഒരു ടീസ്പൂണാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല വാട്ടറബിൾ സൊല്യൂബിൾ ഫെർട്ടിലൈസറാണ്.
ഇത് 1/2 kg പാക്ക് നമ്മൾ ഇതുപോലെ ഹൈറ്റായിട്ടുള്ളൊരു ബൗളിൽ അടച്ച് വെക്കുകയാണെങ്കിൽ ഒത്തിരി കാലം യൂസ് ചെയ്യാം. പിന്നെ ഓർക്കിഡിന് മാത്രമല്ല, നമ്മളെടുത്തുള്ള അഗ്ലോണിമ, ആന്തൂറിയം എല്ലാത്തിനും പറ്റും. എല്ലാത്തിനും നിർബന്ധമായിട്ടും നമ്മൾ ഓർക്കിഡ് ചെടിയിൽ നമ്മൾ ആഴ്ചയിൽ 2 വട്ടം കൊടുക്കണം കേട്ടോ. ആ തലയും ഈ തലയും വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു 19 കൊടുക്കാറുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ നമ്മൾ കാൽസ്യം ബോറോണ് അങ്ങനെ റൊട്ടേറ്റ് ചെയ്താണ് കൊടുക്കാറ്. നമ്മൾ മാസത്തിൽ 4 വട്ടമെങ്കിലും നമ്മളിത് വളർച്ചയ്ക്കുള്ളതാണ്, റൂട്ടിനുള്ളതാണ്. എന്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിലും ഈ ഒരു ബാസ്ഫോളിയർ 19 കൊടുക്കും. അപ്പം ഈ ഒരു ചെടി ഞാൻ കെട്ടിക്കൊടുത്തിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒത്തിരി വീഡിയോസിൽ നമ്മളുടെ കസ്റ്റമേഴ്സിനൊക്കെ ഇതിൻ്റെ വീഡിയോസ് കൊടുക്കാറുണ്ട്. അപ്പോൾ പോട്ട് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അത് പോട്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ചെടിയും ഇതുപോലെ ഹോളുള്ള ചട്ടിയിൽ വേണം റിപ്പോർട്ട് ചെയ്യാനും. റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ചെടി മുകളിൽ രീതിക്കുന്നതിന് ഒരു സൈഡിൽ വെച്ചിട്ട് ചെടി ഒന്ന് കുടുക്കി കെട്ടി കൊടുക്കുക. എന്തെങ്കിലും ഒരു ത്രെഡ് വെച്ച് നന്നായിട്ടൊരു ടൈറ്റിൽ കെട്ടി കൊടുക്കുകയാണെങ്കിൽ ചെടിയുടെ മൂട് ഭാഗം ഒരു ടൈറ്റ് ഫീൽ ചെയ്യും. അങ്ങനെ കെട്ടിക്കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യാറുള്ളത്. അതിൻ്റെ അടിയിൽ തന്നെ പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള മീഡിയമായിട്ട് കൊക്കോ ഫൈബറും ചാർക്കോളുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ നെയിം ഇപ്പം എനിക്കറിയില്ല. ആദ്യം നമ്മൾ ഇതിങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഇപ്പം നമ്മൾ ഓർക്കിഡ് മാത്രമേ നമ്മളെ കളക്ഷനിലുള്ളൂ. പക്ഷെ ഇങ്ങനെ ഇഷ്ടമുള്ള കുറച്ച് ചെടികളൊക്കെ ഞാനിങ്ങനെ നമ്മളെ ഗാർഡനിൽ ആഡ് ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഈ 19 ഇപ്പം ഇന്ന് കൊടുത്താൽ ഇന്ന് നമ്മൾ വെള്ളം നനക്കൂല, പിന്നെ നമ്മൾ നാളെയാണ് വെള്ളം നനക്കുക. പിന്നെ ഈ ചെടികളൊക്കെ ആവശ്യത്തിന് നല്ല വെയിലുള്ള ഏരിയയിലാണ്. രാവിലത്തെ ഒരു വെയിൽ എങ്ങനെയായാലും നമ്മളെ ചെടി പൂക്കാൻ ആവശ്യമാണ്. അപ്പോൾ വെയിൽ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലൊക്കെ ഹാങ് ചെയ്ത് വളർത്താം. ഒരു ടൈറ്റ് ഫീൽ ചെയ്യും വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളക്കം തട്ടാതെ നല്ലൊരു ഹാങ്ങറിൽ അവിടെ കിടക്കുകയാണെങ്കിൽ ചെടിക്കൊരു ഇളക്കവും തട്ടൂല. നമ്മൾ ഈ ഒരു ചാർക്കോളിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുമ്പം ഇളക്കം തട്ടും, വേര് ഭാഗം ഒരു ടൈറ്റ് ഫീൽ ചെയ്യൂല. അതുകൊണ്ടാണ് ചെടിക്ക് ഇളക്കം തട്ടിയിട്ട് ചെടി ഒരു ഗ്രോത്തും കാണാതിരിക്കണത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ രാവിലക്കത്തെ വെയിൽ, നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡാണ്. രാവിലക്കത്തെ ഒരു ഉച്ച വരെയുള്ള ഒരു വെയിൽ കിട്ടും. അപ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ലീഫൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ കളറായിരിക്കും. അങ്ങനത്തെ ഓർക്കിഡ് മാത്രമേ നമുക്ക് പൂക്കളായി കിട്ടുള്ളൂ. ഡാർക്ക് ഗ്രീനൊക്കെ ഉള്ള ലീഫ് കാണുന്ന ചെടിയിലൊക്കെ നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ ടെൻഡൻസിക്ക് കാലതാമസം ഉണ്ടാവും. ഈ ഒരു ചെടി ഓർക്കിഡ് വെറൈറ്റിയിൽ ഡെൻഡ്രോബിയം ആവശ്യത്തിന് വെയിലും വെള്ളവും വെളിച്ചും പിന്നെ അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ട് ഫെർട്ടിലൈസറും പിന്നെ നമ്മൾ ഫംഗസൈഡ് രോഗങ്ങൾ വരുന്ന ചെടി ചീത്തയാവാതിരിക്കാനുള്ളതാണ്. രോഗങ്ങൾ വന്ന ചെടിയുടെ ആരോഗ്യം നശിക്കുമല്ലോ, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. എങ്ങനെയെങ്കിലും മാസത്തിലൊരു വട്ടം സാഫ് നിങ്ങളടുത്ത് എന്താണ് അവൈലബിലിറ്റി ഉള്ളത് വെച്ചാൽ അതൊന്ന് യൂസ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെടി മൊത്തത്തിൽ പോട്ടിങ്ങും ചെടിയുടെ ലീഫും സ്റ്റെമ്മും ഒക്കെ നനയുന്ന രീതിക്ക് തന്നെ നമ്മൾ പോട്ട് ചെയ്യാം. അപ്പോൾ ഇന്നലെ വെള്ളം നനച്ചതാണ് മൊത്തത്തിൽ. നമ്മൾ വലിയ ഹോസൊക്കെ വെച്ചിട്ടാണ് നനക്കുക. ഇന്നെന്താ ചെയ്തതെന്ന് വെച്ചാൽ ചെടി നനക്കാതെ രാവിലെ തന്നെ നമ്മൾ ആ ഫെർട്ടിലൈസർ ഒരു വെള്ളം നനയുന്ന രീതിക്ക് തന്നെ ചെടിയിൽ അടിച്ചു കൊടുത്തു. ഇതൊക്കെ നമ്മൾ ഓപ്പൺ പ്ലേസിൽ ഇരിക്കുന്ന ഒരു കുറച്ച് ഓർക്കിഡാണ്. ഡയറക്റ്റ് വെയിലും മഴയൊക്കെ കൊള്ളണേ നല്ല ടവർ പോലെ സെറ്റാക്കിയിട്ടുള്ള കുറച്ച് പ്ലാന്റുകളാണ്. ഇതിലൊക്കെ ഏത് ടൈമിലും നമുക്ക് പൂക്കളാണ്. സ്റ്റെമ്മൊക്കെ അത്രയും നല്ല ആരോഗ്യമുള്ള തടിച്ച് വേർത്തിട്ടുള്ള സ്റ്റെമ്മാണ്. അപ്പോൾ ഇത് ഓർക്കിഡിൽ ഡെൻഡ്രോബിയം വെറൈറ്റി മഴ കൊണ്ടുവച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നല്ല അടുപ്പിച്ചിട്ടുള്ള മഴയത്ത് കുറച്ച് ലീഫൊക്കെ ഇങ്ങനെ ഒന്ന് പോവും. പിന്നെ അതുപോലെ തന്നെ പൂക്കളൊക്കെ മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈഫ് ഒന്ന് കുറയും, പെട്ടെന്ന് കൊഴിഞ്ഞു പോവും. അല്ലാതെ ചെടിക്ക് അത്ര ഡാമേജ് ഒന്നും വരില്ല. പ്ലാന്റൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാവും. മഴയത്തൊക്കെ നിൽക്കുന്ന പ്ലാന്റ് നിങ്ങളടുത്തുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ മഴക്കാലത്ത് വേറൊരു വില്ലൻ എന്താ വെച്ചാൽ ഒച്ചാണ്. ഇനി ഒച്ചിന് നമ്മൾ രാത്രി വേറെ ഒന്നുമില്ല, ഒരു 6 മണി 7 മണി ടൈമിൽ നമ്മൾ ടോർച്ചൊക്കെ അടിച്ച് പകൽ നമ്മൾ വെള്ളം നനയ്ക്കുമ്പോൾ ഏത് ഏരിയയിലാണ് നമ്മൾ ചെടി ഒച്ച് ഡാമേജ് ആക്കിയത് നമുക്ക് കറക്റ്റ് ഒരു ധാരണ കിട്ടും. അപ്പോൾ ഇന്ന് വൈകിട്ട് ആ ഭാഗത്ത് തന്നെ ചെല്ലുക. നമ്മൾ ഒരു ചെറിയ ബക്കറ്റിൽ എപ്പോഴും ഒരു ഉപ്പ് വെള്ളം സ്റ്റോക്കാക്കിയിട്ട് ചെടിയുടെ ഭാഗത്ത് വെക്കാം. എന്നിട്ട് ഈ ഒച്ചിനെ നമ്മൾ കയ്യേറ്റ് പിടിക്കണ്ട, എന്തെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിക്കഷ്ണം എടുക്കുക. ആ തുണിക്കഷ്ണം പിടിച്ചിങ്ങാണ്ട് ഈ ഉപ്പ് വെള്ളത്തിലാണ്ട് ഇട്ട് വെക്കാം. ആ ഒരു ഉപ്പ് വെള്ളം എപ്പോഴും നമ്മൾ ബക്കറ്റ് സ്റ്റോർ ചെയ്ത് അങ്ങനെ വെച്ചാൽ മതി.
അതല്ലാതെ നമുക്ക് ഒച്ചിനെ പിടിക്കാൻ വേറെ വഴിയില്ല കേട്ടോ. നമ്മൾ കല്ലുപ്പൊക്കെ ഇടുമ്പോഴും ഒച്ച മൊത്തമായിട്ട് പോകണമെന്നില്ല, അതിന് മേലൊക്കെ ഇടുമ്പോൾ. അപ്പോൾ ഈ വെള്ളത്തിൽ കണ്ടിട്ട് ഒരു ചെറിയ ബക്കറ്റിൽ ഒരു പിടി ഉപ്പ് വെള്ളം കലക്കി അവിടെ വെച്ചാൽ മതി. ചെടിയുടെ ചോട്ടിലണ്ട് അടച്ച് വെക്കുകയാണെങ്കിൽ വൈകിട്ട് ആ ഒരു ബക്കറ്റിട്ട് പോയാൽ മതി. കുറച്ച് 1 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം മതി. അപ്പോൾ നമുക്ക് പിടിക്കാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. എന്നിട്ട് ഒരു ടവല് പോലെ ഒരു തുണി എടുത്തിട്ട് ഒച്ചിനെ പിടിച്ചിട്ട് ആ വെള്ളത്തിൽ കണ്ടിട്ടാൽ മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇൻസെക്ടിസൈഡിന് നമ്മൾ എന്താ കൊടുക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ ചെടി പൂമുട്ടൊക്കെ ഡാമേജ് ആക്കണുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചെടികളൊക്കെ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ എന്തെങ്കിലും ടാഫ്ഗോറോ നമ്മൾ കൊടുക്കണ കരാട്ടയോ ഇതൊക്കെ നമ്മൾ ചെടിയിൽ അപ്ലൈ ചെയ്യാൻ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു സ്മെല്ല് അവിടെ ഉണ്ടാവും. പിറ്റേന്ന് നമ്മൾക്കിപ്പോൾ ഈ ഒരു മഴയൊക്കെ മാറി രാവിലെയൊക്കെ തുമ്പി പാറ്റ പ്രാണിയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതങ്ങനെ പോവുക ചെയ്യുക. ഇതുപോലെ ഉപ്പുവെള്ളം കലക്കി വെച്ച പോലെ തന്നെ ഈ ഒരു ഇൻസെക്ടിസൈഡും കുറച്ച് ഓവർ ഡോസിൽ ഒരു 2-3 കപ്പ് വെള്ളത്തിൽ ഇതേപോലെ ഒരു 2-3 ടീസ്പൂൺ തന്നെ ഈ വെള്ളത്തിൽ കലക്കിയ ഇൻസെക്ടിസൈഡ് ഒരടപ്പുള്ള പാത്രത്തിൽ അടച്ചു വെക്കുക. ഇതേപോലെ തന്നെ വല്ല പ്രാണികളോ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ പൂമുട്ടൊക്കെ ഡാമേജ് ആക്കണ ഒരുപാടുണ്ടാവും. അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് പൂമ്പാറ്റ പ്രാണി അങ്ങനെയുള്ളതൊക്കെ മുട്ടയിട്ടിട്ട് ഒരുപാട് ലാർവ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എപ്പോഴും നമുക്ക് കട്ട് ചെയ്ത് കത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പൂമുട്ടുകളൊക്കെ കണ്ട പാടെ തന്നെ ആ പൂമുട്ട് എടുക്കുക, കട്ട് ചെയ്യുക, ഈ വെള്ളത്തിലിട്ട് നശിപ്പിക്കുക. അത്രയും നമുക്ക് കൊണ്ട് പറ്റുള്ളൂ. പിന്നെ നമ്മൾ ചെടിയിൽ പൂക്കളും പ്രാണികളൊക്കെ പൂക്കളൊക്കെ കാണുമ്പോൾ തന്നെ പ്രാണികൾക്കൊക്കെ ഒരു ആകർഷണമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ ആട്ടി ഓടിക്കാൻ പറ്റില്ല. ഇതേപോലെ ഈ പൂമുട്ടിൻ്റെ ഉള്ളിൽ വല്ല ലാർവയും നമ്മളൊരു മഞ്ഞ വണ്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അങ്ങനെയുള്ള വണ്ടകളൊക്കെ നമ്മൾ ഈ ഒരു പൂമുട്ടിൻ്റെ ഉള്ളിലൊക്കെ ഹോള് കുത്തി അതിൻ്റെ ഉള്ളിൽ മുട്ടിട്ട് ഒരുപാട് പ്രാണികൾ പെരുകിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കാണുന്ന പൂമുട്ട തന്നെ എടുത്ത് കട്ട് ചെയ്തിട്ട് നമുക്കതങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക കേട്ടോ. ബിസി അല്ലെങ്കിൽ ഞാൻ ഫോൺ എടുക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഓർക്കിഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ ഇനി അടുത്ത സംശയങ്ങളും അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കമൻറ്റ് ബോക്സിലുള്ളത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ട് അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ. ബൈ.